മേഖല തിരിച്ച് പരിശോധിച്ചു. ഇനി കൂടുതൽ വിവരങ്ങളുമായി അരുൺ നമ്മളോടൊപ്പം. അരുണിന്റെ സുഹൃത്ത് അൻവർ ഇന്നലെ പറഞ്ഞതൊക്കെ മാറ്റി പറഞ്ഞു. 10,000 വോട്ട് ക്രോസ് വോട്ട് ചെയ്തു UDF LDF എന്നൊക്കെ പറയുന്നു. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കണ്ട. അൻവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ബ്രേക്ക് ചെയ്തത് അതാണ്. ഇന്നലെ രാത്രി വിളിക്കുമ്പോഴും രാത്രി 10 മണിക്ക് ഞാൻ വിളിക്കുമ്പോഴും വീഡിയോ കോളിൽ കാണിക്കണം പിന്നിൽ PV അൻവർ ഇരിക്കുന്നു, എന്താണ് പ്രതീക്ഷ എന്നൊക്കെ ഞാൻ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോഴും ഉണ്ട് അരുൺ അവിടെ ഉണ്ട്. വാർത്തകളെല്ലാം കൃത്യമായി ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. അരുൺ അൻവർ ഇപ്പോ പറയുന്നത് ഞാൻ 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് സ്വരാജ്, 3ാം സ്ഥാനത്ത് ഷൗക്കത്ത് എന്നായിരുന്നു. തൊട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വേറെയായിരുന്നു. ഇന്ന് രാവിലത്തെ കണക്ക് എന്താണ്? അഭിലാഷ്, മാധു, രതീഷ്, നിങ്ങളൊക്കെ ചോദിച്ച പോലെ ഞങ്ങളും ചോദിക്കാറുണ്ട്, എന്താണ് അൻവർക്ക ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കാറുണ്ട്. മെനഞ്ഞാന്ന് പറഞ്ഞതിൽ നിന്ന് മാറ്റി ഇന്നലെ പറഞ്ഞു. അപ്പോൾ പോലും നമുക്കൊരു പ്രതീതി ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലൊരു അൻവർ പറയുന്നത് കേന്ദ്രീകരിച്ചാണെങ്കിൽ അങ്ങനെ ഒരു അടിയൊഴുക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണോ? മെനഞ്ഞാന്ന് ഞാൻ വിജയിച്ചില്ലെങ്കിൽ ഷൗക്കത്ത് ജയിക്കട്ടെ എന്ന് പറഞ്ഞ PV അൻവർ ഇന്നലെ പറഞ്ഞത് സ്വരാജിലേക്ക് ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട്. 7,500ഓളം തനിക്ക് ലഭിക്കേണ്ട ഹരിയാടൻ വിരുദ്ധ, കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ സ്വരാജിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് PV അൻവർ പറഞ്ഞത്. അത് സൂചന അണ്ടർഗ്രൗണ്ട് ലെവലിൽ നിന്ന് കിട്ടിയതിന്റെ ഭാഗമായാണോ അൻവർ പറഞ്ഞത് എന്നൊക്കെ തന്നെ ചർച്ചയാകുന്നുണ്ട്. എന്തായാലും നേരത്തെ നിങ്ങളൊക്കെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. വഴിക്കടവിലെ 1ാം നമ്പർ ബൂത്ത് തണ്ണിക്കടവിൽ നിന്ന് തന്നെ ട്രെൻഡ് വ്യക്തമായി തുടങ്ങും എന്നുള്ളത് തന്നെയാണ് മുന്നണികളുടെ വിലയിരുത്തൽ എന്നുള്ളതാണ്. 35 വോട്ടിന്റെ മാത്രം ലീഡ് കഴിഞ്ഞ തവണ LDF-നുണ്ടായത് അതൊരു PV അൻവർ എഫക്റ്റ് ആയിരുന്നോ അല്ലയോ എന്ന് കൂടി നമുക്കറിയാം. വഴിക്കടവിലെ ലീഡ് നിർണ്ണയിക്കുന്നത് PV അൻവർ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം ആദ്യമേ വ്യക്തമാകും. PV അൻവർ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കുന്നെങ്കിൽ അത് ഇപ്പോൾ വിജയം എന്ന അർത്ഥത്തിൽ നിന്ന് ഞാൻ പറയുന്നില്ല, വിജയിക്കുമെന്ന് അദ്ദേഹം പറയുന്നുവെങ്കിലും PV അൻവർ ഒരു 10,000 വോട്ട് ക്രോസ് ചെയ്യും, അല്ലെങ്കിൽ 15,000 തൊടും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ അവകാശവാദങ്ങൾ ശരിയാണ് എന്ന് വരണമെങ്കിൽ ആദ്യത്തെ വഴിക്കടവിൽ തന്നെ അക്കാര്യം വ്യക്തമാകും അല്ലേ? അതെ, വഴിക്കടവിൽ നിന്ന് തന്നെ PV അൻവർ ഇമ്പാക്ട് എത്രത്തോളം ഒരു ഇമ്പാക്ട് പ്ലെയറായി മാറുമെന്ന് പറഞ്ഞാൽ PV അൻവറിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടാകുമെന്ന് വഴിക്കടവിൽ നിന്ന് തന്നെ അറിയാൻ സാധിക്കും. കാരണം അൻവർ ഉൾപ്പെടെ അവകാശവാദം ഉന്നയിക്കുന്ന ശക്തി കേന്ദ്രമാണ് വഴിക്കടവ്. അവിടെ 35 വോട്ടിന്റെ ലീഡ് കഴിഞ്ഞ തവണയുണ്ട്. 2016-ലും 21-ലും മാത്രമാണ് UDF-ന് വഴിക്കടവിൽ ആര്യാടൻ പ്രഭാവത്തിന് ശേഷം ലീഡ് ചെയ്യാൻ സാധിക്കുന്നത്. LDF-ന് ലീഡ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് PV അൻവർ എഫക്റ്റ് കൂടെ ഉണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ PV അൻവറിന്റെ എഫക്ട് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വഴിക്കടവ് പറയും. 700 വോട്ടിന്റെ വ്യത്യാസമാണ് ആകെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. 35 വോട്ടിന്റെ വ്യത്യാസമാണ് വഴിക്കടവിൽ ഉണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോ ഈ 4 അവകാശികളും കൂടി നിൽക്കുകയാണ്. ആരുടെ പോക്കറ്റിലേക്ക് കൂടുതൽ വോട്ട് എന്ന് നമുക്ക് കണ്ടെത്താം.